നമുക്കിന്ന് നോമ്പ് രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ? ഇന്നിപ്പോൾ ഇതാ ബിരിയാണി ഉണ്ട് കേട്ടോ. ബിരിയാണി ഒന്ന് ചൂടാക്കിയിട്ട് ഞാനത് പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചു. കച്ചമ്പറുണ്ട്, അച്ചാറുണ്ട്, അത് എടുത്തില്ല. പിന്നെ ഇതാ പള്ളിക്കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടി ഇല്ല കേട്ടോ. കാരണം ഇന്ന് അടുത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബിരിയാണി കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ അത് ചൂടാക്കി. പിന്നെ ഞാൻ സമൂസ ഉണ്ടാക്കേണ്ട മസാല പാൻ അടുപ്പത്ത് വെച്ചു. വലിയുള്ളിയും കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടു. നന്നായി വാട്ടിയെടുത്ത ശേഷം അപ്പുറത്ത് ഞാൻ ഉരുളക്കിഴങ്ങും ചിക്കനും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി വാടിയ ശേഷം അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യണം. മുളക് പൊടിയും ചിക്കൻ മസാലയും ഗരം മസാലയും മാത്രമേ ഞാൻ ഇടുള്ളൂ കേട്ടോ. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്, അതൊക്കെ മസ്റ്റാണ്, അത് ഒഴിവാക്കാൻ പാടില്ല കേട്ടോ. എന്നാലും സമൂസ അടിപൊളിയായിട്ടുണ്ടാവുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി കേട്ടോ, ഇത് മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് നന്നായി വാട്ടിയ ശേഷം അത് നന്നായി വാടി വന്ന ശേഷം നമ്മളവിടെ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ എന്നെ ഇക്കാക്ക് നല്ല ലീവായിരുന്നു ഇന്നലത്തെയാണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് നല്ല ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ സമൂസ റെഡിയാക്കാനുള്ളത് മസാലയൊക്കെ കൂട്ടി റെഡിയാക്കി തരുന്നുണ്ട്. ഇക്ക ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് കേട്ടോ, നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ സമൂസ മടക്കണതൊന്നും എനിക്ക് അത്ര വലിയ പിടുത്തമില്ല. അതൊക്കെ നമ്മൾ ഇക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇക്കയും മകളും കൂടി അവിടെ ഇരുന്ന് അത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് പിന്നെ വെള്ളങ്ങളുടെ പരിപാടിയൊക്കെ നോക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കണം പഴം കൊണ്ട്. പിന്നെ മുന്തിരി ജ്യൂസും, പിന്നെ നമ്മുടെ നന്നാരി സർബത്ത് അതുണ്ടാക്കണം കേട്ടോ. വേറെ ഇപ്പോൾ ഒന്നുമില്ല പ്രത്യേകിച്ച്. അങ്ങനെയൊക്കെ അതൊക്കെ അടിപൊളിയായിട്ട് അതൊക്കെ മടക്കി റെഡിയാക്കണം. എനിക്കിങ്ങനെയൊന്നും മടക്കാൻ കിട്ടില്ല. ഒരു 2 പ്രാവശ്യം നോക്കി, അത് കുളമായതാണ് അപ്പുറത്തിരിക്കുന്നത്. ഞാൻ അതാണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇക്കാനത് ഏൽപ്പിച്ചു. പിന്നെ ഇക്ക അവിടെ റെഡിയാക്കി തരുന്നുണ്ട്. അപ്പോഴേക്കും ഞാനിത് അടുപ്പത്ത് എണ്ണ വെച്ചിട്ട് പിന്നെ അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വാങ്ക് പെട്ടെന്ന് കൊടുക്കുമല്ലോ. പിന്നെ രസവും സ്രാവ് മീനും പൊരിച്ചതും അത് തന്നെ ആയിരിക്കട്ടെ എപ്പോഴും. ഇക്ക അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മകളും സഹായിക്കണൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടി അതിന് മേലെ കയറിയിരിക്കുകയാണ്, സ്ലാവിൻ്റെ മേലെ. പിന്നെ അങ്ങനെ അവരൊക്കെ അത് റെഡിയാക്കി തന്നു. പിന്നെ ഞാൻ പൊരിച്ചെടുത്തു കേട്ടോ. ഇക്കാക്ക് ലീവായിരുന്നല്ലോ, അതുകൊണ്ട് ഇക്ക സഹായിച്ചു. പിന്നെ അതൊക്കെ പൊരിച്ചെടുക്കുകയാണ്. നിങ്ങളുടെയൊക്കെ നോമ്പിൻ്റെയൊക്കെ വിശേഷങ്ങൾ പറയട്ടോ. ഞാൻ എന്നും അസർ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറാറുള്ളൂ കേട്ടോ. അതൊക്കെ ഞാൻ ഓരോന്നിങ്ങനെ അടുപ്പിൽ വെക്കും, ഗ്യാസിലൊക്കെ വെച്ച് അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോഴേക്കും എല്ലാം റെഡിയാക്കാറുണ്ട് ഞാൻ എപ്പോഴും. അസർ കഴിഞ്ഞിട്ട് തന്നെ ഇറങ്ങും, നിസ്കാരം കഴിഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് കയറുള്ളൂ. ഉച്ചയ്ക്കൊന്നും കയറില്ല കേട്ടോ. ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ ക്ഷീണം കൊണ്ട് ഭയങ്കര കിടത്തായിരുന്നു. കാരണം ഇപ്പോൾ കുട്ടീനെ അംഗനവാടിയിൽ പോയി വിളിച്ചുകൊണ്ട് വരണം, അപ്പോഴേക്കും ഒരുപാട് ക്ഷീണമാവുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വെയിലൊക്കെ അല്ലേ, നല്ല നടക്കാനും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് കുറച്ച് നേരം കിടക്കും. പിന്നെ അങ്ങനെ അസർ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് കയറുള്ളൂ കേട്ടോ. പിന്നെ സമൂസയൊക്കെ പൊരിച്ചെടുത്ത് സമൂസ റെഡിയായി. പിന്നെ പഴവും ബദാമിൻ്റെ പൊടിയും ഈത്തപ്പഴമൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നോമ്പ് തുറന്നു.